അങ്ങനെ ഇന്നത്തെ ഛർദിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവക്കൊരാഗ്രഹം മസാല ദോശ കഴിക്കണം. അല്ലെങ്കിൽ പൊതുവെ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണല്ലോ മസാല ദോശയും നല്ല പുളിമാങ്ങയും നാട്ടിലെ ഭക്ഷണമൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ രാത്രി 8:30 കേട്ടോ. നമ്മുടെ ജർമ്മനിയിൽ മസാല ദോശ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാട്ടോ. നമ്മുടെ അടുത്താണെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഇല്ല. നമുക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അതും മസാല ദോശ ഉള്ള കിട്ടണമെങ്കിൽ. അങ്ങനെ നേരെ സ്ട്രാസബാങ്ക് കയറി ഞാൻ നേരെ റെസ്റ്റോറൻറ്റ് പിടിച്ചു. അവിടെ ഇറങ്ങിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നടക്കാണ്ട് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് നേരെ റെസ്റ്റോറൻറ്റ് എത്തി. ഓൾറെഡി നമ്മൾ വിളിച്ചിട്ട് ഓർഡർ കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വന്തം അണ്ണൻ നമുക്കുള്ള പാക്കിംഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഓർഡർ എടുത്ത് നമ്മൾ നേരെ തിരിച്ചിറങ്ങി. മസാല ദോശ കിട്ടി. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഫ്രഷങ്ങം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ. നമുക്ക് ബുക്സിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ പണി കിട്ടി. നമുക്കുള്ള വണ്ടി 16 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ അത്യാവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള വണ്ടി ഉണ്ടാവാറില്ല. നേരെ തിരിച്ചോ നമ്മുടെ ഓപ്പോസിറ്റുള്ള വണ്ടിയാണെങ്കിലോ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, സ്വാഭാവികം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പോസ്റ്റ് പിടിച്ച് അങ്ങാട്ടും ഇങ്ങോട്ടും നോട്ടമായി. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സ്വന്തം വണ്ടി എത്തി. ഒന്നും നോക്കില്ല, നമ്മൾ നേരെ വണ്ടികൾ ചാടിക്കയറി നേരെ വീട്ടിലേക്ക്. നമ്മുടെ നാട്ടിൽ ആദ്യം ഒന്നും നോക്കണം കേട്ടോ, നേരെ പുറത്തിറങ്ങുക, ഫുഡ് മേടിക്കുക. ഈ മേളിൽ കാണുന്ന കേട്ടോ നമ്മുടെ കുഞ്ഞു കൊട്ടാരം. നമ്മൾ വന്നപ്പോഴേക്കും പാച്ചുക്കുട്ടൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. നേരെ തുറന്നപ്പോഴോ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നേരെ അമ്മക്കുള്ള മസാല ദോശയും അതോടൊപ്പം അമ്മക്ക് മസാല ദോശയും ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും. പിന്നെ നേരെ മൂവി ടൈം. സ്വാഭാവികം, ഏതൊരു മലയാളിയും നമ്മൾ ചെയ്യുന്നതാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സിനിമ കാണുന്നുള്ളത്. അങ്ങനെ അമ്മക്കുള്ള മസാല ദോശയും ഞങ്ങളുടെ പൊറോട്ടയും ചിക്കനും കൂട്ടി ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ നല്ലപോലെ ആസ്വദിച്ചു.